വാപ്പായോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കണം. വാപ്പ എന്തെങ്കിലും വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർത്തീകരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. എത്രയോ മക്കൾ വന്നിട്ട് പറയാറുണ്ട്, ഉസ്താദ് എന്റെ ഉപ്പാട അലമാരയിൽ നിന്നും ഒരു പേപ്പർ കിട്ടി ഉസ്താദ്, അതിലൊരുപാട് കാര്യങ്ങൾ എന്റെ ഉപ്പ എഴുതി വെച്ചിട്ടുണ്ട്. പല വസിയത്തുകളും എന്റെ ഉപ്പ എഴുതി വെച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ചെറുപ്പക്കാരാ, ഉപ്പ എന്തെങ്കിലും വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കൽ നിന്റെ ബാധ്യതയാണ്, നിന്റെ മേല് ഫർളാണ്. അല്ലാത്ത പക്ഷം റബ്ബിന്റെ മുന്നിൽ ശിക്ഷയുണ്ട്. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്താ മാത്രം പോരാ, വാപ്പാടെ വസിയത്ത് പൂർത്തീകരിക്കൽ നമ്മളുടെ മേലുള്ള രണ്ടാമത്തെ ബാധ്യതയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാപ്പ ജീവിച്ചിരുന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു, ഇനിയിപ്പോ വാപ്പ മരിച്ചില്ലേ, പെങ്ങക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാപ്പ മരിച്ചുപോയി. ഉപ്പ പറഞ്ഞ വസിയത്ത് പൂർത്തീകരിക്കാതെ ആ 5 ലക്ഷവും നമ്മുടെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ മുന്നിൽ കടുത്ത അപരാധമാണ്, ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് ട്ടോ. മനസ്സിലാക്കണം. വാപ്പ മരിച്ചതിന് ശേഷം നല്ല രീതിയിൽ മുസ്ലിയാക്കന്മാരെ വിളിച്ചിട്ട് മൗലൂദ് ഓദിച്ച് ഹത്തമൊക്കെ ഓതി നാട്ടുകാർക്ക് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അതോടുകൂടി എല്ലാം കഴിഞ്ഞെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. ഒരിക്കലും അല്ല. വാപ്പാടെ വസിയത്തുകൾ പൂർത്തീകരിക്കൽ നമ്മളുടെ മേലുള്ള ബാധ്യതയാണ്. വാപ്പ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കണം, അത് ബാധ്യതയാണ്. അല്ലെങ്കിൽ കടക്കാരനെ പോലെ നമ്മൾ മരിച്ചു പോകും.